അവളുടെ ഭർത്താവായ ജോസഫ് നീതിമാനാകിയാലും അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടാകിയാലും അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. മത്തായിയുടെ സുവിശേഷം 1-19 ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരങ്ങളെ, ഇന്നത്തെ സുവിശേഷം ഈശോയുടെ ജനനത്തെപ്പറ്റിയാണ് വിവരിക്കുക. അതിൽ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ വിശുദ്ധ യോസേപ്പ് പിതാവിന്റെ പങ്കും വ്യക്തമാക്കി പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വ്യക്തിത്വവും ദൈവാശ്രയത്വ ബോധവും ദൈവഹിതത്തോടുള്ള വിധേയത്വവും നമുക്ക് ഇവിടെ വ്യക്തമായി അറിയാം. താനുമായി വിവാഹ നിശ്ചയം കഴിഞ്ഞിരുന്ന കന്യകയായ മറിയം ഗർഭിണിയാണെന്ന് അറിഞ്ഞ യോസേപ്പ് അവളെ അപമാനിതയാക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല. സ്വപ്നത്തിൽ ദൈവത്തിന്റെ മാലാഖ പ്രത്യക്ഷപ്പെട്ട് പരിശുദ്ധാത്മാവിനാലാണ് അവൾ ഗർഭിണിയായതെന്നും അവളെ ഭാര്യയായി സ്വീകരിക്കുവാൻ വിസമ്മതിക്കേണ്ട എന്നും അറിയിച്ചപ്പോൾ ദൈവിക പദ്ധതിയോട് മറുതലിക്കാതെ അവയോട് പൂർണ്ണമായി സഹകരിക്കുവാൻ യോസേപ്പ് പിതാവിന് സാധിച്ചു. അദ്ദേഹം എല്ലായിടത്തും നിശബ്ദനായിരുന്ന ദൈവഹിതം അനുസരിച്ച വ്യക്തിയാണ്. നമുക്കും ഈ മാതൃക അനുകരിക്കാൻ ആവണം. ദൈവത്തോടും അവിടുത്തെ പദ്ധതികളോടും വിശ്വസ്തരായിരിക്കുവാനും തിരുവചനത്തിലൂടെ അവിടുന്ന് നമ്മോട് അരുളി ചെയ്യുന്ന കാര്യങ്ങൾ അനുസരിക്കുവാനും നമുക്ക് ഒന്ന് പരിശ്രമിക്കാം. ദൈവത്തിന്റെ നന്മയും കരുണയും നമ്മിലൂടെ മറ്റുള്ളവർ അനുഭവിക്കുവാൻ ഇടയാകട്ടെ. ഈശോയെയും മറിയത്തെയും സംരക്ഷിച്ച യോസേപ്പ് പിതാവിനോട് ചേർന്ന് മനുഷ്യാവതാര രഹസ്യത്തെക്കുറിച്ച് നമുക്ക് ഇന്ന് ധ്യാനിക്കാം. അതോടൊപ്പം എല്ലാ മാതാപിതാക്കൾക്കും വേണ്ടി തിരുക്കുടുംബത്തിന്റെ കൂട്ടായ്മയിൽ നമുക്ക് ഇന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.